ഓം നമോ ഭഗവതേ സായീശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. സായി സംഘടനയുടെ വിത്ത്. ശ്രീരാമകൃഷ്ണ മഠത്തിലൂടെ വിവേകാനന്ദ സ്വാമികളെ മനസ്സിലാക്കി ഭാരതീയ സംസ്കാരത്തിന്റെ മഹിമ അറിഞ്ഞ് സ്വയം രൂപപ്പെട്ട് അവതാരപുരുഷന്റെ സന്നിധിയിൽ എത്തപ്പെട്ട മഹാസുകൃതിയാണ് ശ്രീ ഇന്ദുലാൽ ഷാ. ഭാരത സ്വാതന്ത്ര്യത്തിനായി ദാഹിച്ച ഷാ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ സജീവമായി. ദുരിതമനുഭവിക്കുന്ന ഗ്രാമീണർക്ക് വേണ്ടി അദ്ദേഹം തീവ്രമായി അധ്വാനിച്ചു. സംഭവബഹുലമായ ആ ജീവിതയാത്രയിൽ 9 വയസ്സായ മകൻ യോഗേഷിന്റെ മരണം അദ്ദേഹത്തിന്റെ ജീവിതത്തെ മറ്റൊരു വഴിയിലൂടെ തിരിച്ചുവിട്ടു. പുത്രന്റെ മരണമേൽപ്പിച്ച ആഘാതത്തിന് അറുതി കിട്ടാനായി ഷായെയും കുടുംബത്തെയും സുഹൃത്തുക്കളിൽ ഒരാൾ ബാംഗ്ലൂരിലെ തന്റെ വസതിയിലേക്ക് ക്ഷണിച്ചു. അവർ ബാംഗ്ലൂരിൽ താമസിക്കുന്ന സമയത്ത് ഭഗവാൻ ബാബ മല്ലേശ്വരത്ത് എത്തി. സുഹൃത്ത് ഷായെയും കുടുംബത്തെയും ഭഗവത് ദർശനത്തിനായി കൊണ്ടുപോയി. വലിയൊരു ജനക്കൂട്ടത്തെയാണ് അവിടെ അവർ കണ്ടത്. പ്രഥമ ദർശനത്തിൽ തന്നെ ഇന്ദുലാൽ ഷാ ഭഗവാനിൽ ആകൃഷ്ടനായി. സ്വാമിയെ നേരിട്ട് കാണാനും സംസാരിക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു. ഷാ തുടർച്ചയായി 5 ദിനം ഭഗവത് ദർശനത്തിന് വന്നു. ഭഗവാൻ അദ്ദേഹത്തെ അഭിമുഖത്തിന് തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ ജോലിയെപ്പറ്റി, ചാർട്ടേഡ് അക്കൗണ്ടന്റ്, സ്വാമി സംസാരിച്ചു. അതോടെ തന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്ന മഹാസന്നിധിയിലാണ് താൻ എന്ന് അദ്ദേഹത്തിന് അനുഭവമായി. അഭിമുഖം കഴിഞ്ഞപ്പോൾ സ്വാമി അരുളി, ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ ബോംബെയിൽ വരും, അപ്പോൾ നമുക്ക് കാണാം. മുംബൈയിലെ അന്നത്തെ മഹാരാഷ്ട്ര മന്ത്രിമാരിൽ ഒരാളായിരുന്ന PK സാവന്തിനൊപ്പമാണ് സ്വാമി തങ്ങിയത്. ഇന്ദുലാൽ ഷാ ഭഗവത് ദർശനത്തിനെത്തി. അദ്ദേഹത്തെ കണ്ടപ്പോൾ സ്വാമി ചോദിച്ചു, പ്രദർശനം എവിടെ? ആ ചോദ്യം കേട്ട് ഷാ തരളിതനായി. ഭാരതീയ സംസ്കാരത്തെക്കുറിച്ചും ഋഷി പരമ്പരയെക്കുറിച്ചും യുവജനങ്ങളെ ബോധവൽക്കരിക്കാനായി ഷാ സന്ത് ദർശൻ എന്നൊരു ചിത്രീകരണം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. സ്വാമിയെ അത് കാണിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് ഭഗവാന്റെ ചോദ്യം. ഹൃദയവാസി അല്ലെങ്കിൽ ബാബ ഈ വിവരം എങ്ങനെ അറിയും? അദ്ദേഹം ചിന്തിച്ചു. ഭഗവാൻ സന്ത് ദർശൻ കണ്ടു. പിന്നീടത് ഗുജറാത്തിലെ മിക്കവാറും എല്ലാ വിദ്യാലയങ്ങളിലും ഗാന്ധി ശതാബ്ദി ആഘോഷവേളയിൽ 1969 പ്രദർശിപ്പിച്ചു. തീവണ്ടിയിലൂടെ ഭാരതത്തിലെല്ലായിടത്തും സന്ത് ദർശൻ എത്തിച്ചേർന്നു. തന്നെ സ്വാധീനിച്ച സായി വൈഭവത്തെക്കുറിച്ച് ഷാ രാപകൽ പഠിക്കാനും മനനം ചെയ്യാനും തുടങ്ങി. ഈ കാലഘട്ടത്തിന്റെ പ്രശ്നങ്ങൾക്ക് അനുയോജ്യമായ പരിഹാരമെല്ലാം ഭഗവാന്റെ ഉപദേശങ്ങളിലുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ സന്ദേശം ലോകത്തിന് കൊടുക്കണമെന്ന് അദ്ദേഹത്തിന്റെ ഉള്ളം തുടിച്ചു. മറ്റൊരർത്ഥത്തിൽ എന്തിനു വേണ്ടി അവതാര പുരുഷൻ ഇന്ദുലാൽ ഷായെ തന്നിലേക്ക് ആകർഷിച്ചുവോ അതിനായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ശ്രീ സത്യസായി സന്ദേശം ഒരു പ്രദർശന രൂപത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചു. അതോടൊപ്പം ശ്രീ സത്യസായി സേവാ സമിതിയുടെ രജിസ്ട്രേഷൻ രേഖകളും ഭഗവാന് സമർപ്പിച്ചു. ശ്രീ സത്യസായി സംഘടന എന്ന വലിയ ആൽമരത്തിന്റെ തൈ അന്നാണ് നട്ടത്, 1965 ഒക്ടോബറിൽ. താമസിയാതെ ഇന്ദുലാൽ ഷാ മറ്റ് സംഘടനകളുടെ പ്രവർത്തനത്തിൽ നിന്ന് പിന്മാറി. പൂർണ്ണ സമയവും സായി സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ മുഴുകി. ആധ്യാത്മിക മേഖലയിലെ വിശാലമായ മേച്ചിൽ സ്ഥലങ്ങൾ ഭഗവാൻ ഭക്തന് പരിചയപ്പെടുത്തി കൊടുത്തു. സമാജ പ്രവർത്തനം ആധ്യാത്മിക ജീവിതത്തിന്റെ അടിത്തറയാക്കുന്നത് എങ്ങനെയെന്ന കല അദ്ദേഹം മനസ്സിലാക്കി. ഈശ്വര സേവ എന്ന നിലയിൽ ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളും ഈശ്വരാഭിമുഖമായി നീങ്ങുമെന്നും ഷാ അറിഞ്ഞു. ആന്തരിക യാത്രയിലും സായി ദൗത്യ നിർവഹണ മേഖലയിലും ഒരുപോലെ അദ്ദേഹം മുന്നേറി. ഇതിനിടയിൽ ഭക്തന് രസിക്കാനും ആനന്ദിക്കാനും തന്നിലുള്ള വിശ്വാസം ഉറപ്പിക്കാനുമായി ഭഗവാൻ ധാരാളം ലീലകളാടി. വടയിലെ കമ്മൽ. ഒരിക്കൽ ഇന്ദുലാൽ ഷായുടെ പ്രാർത്ഥന സ്വീകരിച്ച് ഭഗവാൻ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി. പ്രഭാത ഭക്ഷണ സമയം. ഇന്ദുലാൽ ഷായുടെ സഹധർമ്മിണി സരള സെൻ ചൂടുള്ള വടകൾ വിളമ്പി. ഭഗവാന്റെ പാത്രത്തിൽ വിളമ്പിയ വട നോക്കി അവിടുന്ന് പറഞ്ഞു, നോക്കൂ, എനിക്ക് വിളമ്പിയ വട കണ്ടില്ലേ? എല്ലാവരും അന്താളിച്ചു. വട പൊട്ടിച്ചു നോക്കൂ, സ്വാമി വീണ്ടും പറഞ്ഞു. അവർ അതെടുത്തു പൊട്ടിച്ചു.
ഓരോ കഷ്ണത്തിലും ഓരോ കമ്മൽ. സ്വാമി പുഞ്ചിരിയോടെ വടയിൽ നിന്നും കമ്മലുകൾ എടുത്ത് ഷായുടെ പുത്രി ദർശനയുടെ കാതുകളിൽ ഇട്ടുകൊടുത്തു. ഹൃദയഭാഷ. 1967 മദ്രാസ്. ശ്രീ സത്യസായി സംഘടനകളുടെ പ്രഥമ അഖിലേന്ത്യാ സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ ആലോചിക്കാനുള്ള കമ്മിറ്റി നടക്കുന്നു. സ്വാമി തെലുങ്കിൽ സംസാരിക്കുന്നു. ആരും ഇംഗ്ലീഷിലേക്ക് മൊഴിമാറ്റം നടത്തിയില്ല. ഇന്ദുലാൽ ഷായ്ക്ക് തെലുങ്ക് ഒട്ടും അറിയില്ല. മുൻ ഗവർണർ രാമകൃഷ്ണ റാവു അക്കാര്യം ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. താൻ ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുക്കാമെന്നും ഗവർണർ പറഞ്ഞു. സ്വാമി അരുളി, അതിനു സമയമില്ല, ഇന്ദുലാൽ ഷായ്ക്ക് തെലുഗു മനസ്സിലാകും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വാമി ഷായുടെ തലയിൽ വിരലുകൊണ്ട് ഒന്നു തട്ടി. ആ നിമിഷം മുതൽ അദ്ദേഹത്തിന് തെലുങ്ക് മനസ്സിലാകാൻ തുടങ്ങി. പക്ഷേ ചർച്ച തീർന്നതോടെ തെലുങ്ക് പരിജ്ഞാനവും ഷായിൽ നിന്ന് അപ്രത്യക്ഷമായി. ഞാൻ ആരെന്ന് നീ മറന്നുപോയി. ഭഗവാനെ ആദരിക്കാനായി ധർമ്മക്ഷേത്രയിൽ മുമ്പേ ഒരു പൊതുയോഗം സംഘടിപ്പിച്ചു. വൈകുന്നേരം 6 മണിക്ക് സമ്മേളനം തുടങ്ങാമെന്നും തീരുമാനിച്ചു. ആകാശം കാർമേഘം കൊണ്ട് നിറഞ്ഞു. ഏത് നിമിഷവും കനത്ത മഴ പെയ്യാം. പരിപാടി നേരത്തെ തുടങ്ങാമെന്ന് ഭാരവാഹികൾ കരുതി. സ്വാമിയെ അക്കാര്യം അറിയിക്കാനായി ഇന്ദുലാൽ ഷാ ചെന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചു, സ്വാമി, സമ്മേളനം നേരത്തെ തുടങ്ങിയാലോ? എന്തിന്? സ്വാമി തിരക്കി. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ പെയ്താൽ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കും, അദ്ദേഹം പറഞ്ഞു. സ്വാമി പുഞ്ചിരിച്ചു. പിന്നീട് ഷായുടെ കയ്യിൽ പിടിച്ച് ജനലിനു സമീപം ചെന്ന് പുറത്തേക്ക് നോക്കി. അവിടെ നിന്നാൽ താഴെയുള്ള ജനങ്ങളെ കാണാം. മേഘാവൃതമായ ആകാശവും കാണാം. മഴ തുള്ളിയിട്ടു തുടങ്ങി. പലരും കുടകൾ നിവർക്കാൻ ആരംഭിച്ചു. ശരിയാ, മഴ പെയ്തേക്കും, സ്വാമി സമ്മതിച്ചു. അടുത്ത നിമിഷം തൃക്കരം ജനലിലൂടെ പുറത്തേക്കിട്ട് ആകാശത്തിലേക്ക് അവിടുന്ന് കൈ ചൂണ്ടി. ചാറാൻ തുടങ്ങിയ മഴ പൊടുന്നനെ നിന്നു. കാർമേഘങ്ങൾ അകലാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കകം ആകാശം തെളിഞ്ഞു. മുൻ തീരുമാനം പോലെ പരിപാടികൾ ഗംഭീരമായി നടന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഇന്ദുലാൽ ഷാ വല്ലാതായി. പ്രകൃതിക്ക് മേലുള്ള സ്വാമിയുടെ അധീശത്വം അദ്ദേഹത്തിന് വ്യക്തമായി. സമ്മേളന സമയം മാറ്റാൻ പ്രാർത്ഥിച്ചത് എത്ര വിഡിത്തമായി എന്നോർത്തു. ഇന്ദുലാൽ ഷാ ഭഗവാന്റെ തൃപ്പാദത്തിൽ സ്പർശിക്കാൻ ആനന്ദ കണ്ണീരോടെ ഓടിച്ചെന്നു. സ്വാമി അദ്ദേഹത്തെ നോക്കി അരുളി, ഞാൻ ആരെന്ന് നീ മറന്നുവോ? എത്രയൊക്കെ മഹിമകൾ കണ്ടാലും അനുഭവിച്ചാലും പ്രബലമായ മായാശക്തിയിൽ ജീവൻ അത് മറന്നു പോകുന്നു. ആ മറവിയാണ് ദുഃഖത്തിന്റെ മൂലം. നിരന്തരം ഭഗവത് സ്മരണയിൽ ഇരിക്കാനായാൽ മായ സമീപിക്കില്ല. പക്ഷേ കാര്യകാരണങ്ങളെ വിശകലനം ചെയ്യുന്ന ബുദ്ധി ജീവനെ അപകടത്തിൽ ചാടിക്കുന്നു. അതാണ് ഭഗവാൻ പറഞ്ഞത്, ഞാൻ ആരെന്ന് നീ മറന്നു. സായി ആരെന്ന് മറക്കാതിരിക്കുക. സായി വസിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെന്നും സദാ സ്മരിക്കുക. സംസാര ജീവിതത്തിന്റെ കരാളഗ്രാസത്തിൽ നിന്നും രക്ഷപ്പെടാൻ അതേ വഴിയുള്ളൂ. സ്വാമിയുടെ വിൽപത്രം. 40-ാം വയസ്സിൽ 1967 ഭഗവാൻ തന്റെ വിൽപത്രം തയ്യാറാക്കിയപ്പോൾ അതിൽ സാക്ഷിയായി ഒപ്പുവെച്ച ഒരാൾ ഇന്ദുലാൽ ഷാ ആയിരുന്നു. ഓം തത്സത്.